അധികം ദിലീപ് പടങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ടല്ലോ റിയാസ്. അപ്പൊ കമ്പനി നടനായിരുന്നു ദിലീപ് പടങ്ങളിൽ, കാരണം കുറെ കണ്ടിട്ടുണ്ട് നമ്മൾ. അങ്ങനെ ഒരു ബെസ്റ്റ് കോംബോ ആയിരുന്നു ദിലീപിന്റെ പടങ്ങളില്. അതെ അതെ അതെ. ഈ 2 കൺട്രീസിലാണ് വേറൊരു ഗേ ക്യാരക്ടർ കണ്ടത്. അതൊക്കെ ദിലീപ് പറഞ്ഞിട്ടാണ്. ആണോ? ദിലീപ് പറഞ്ഞിട്ടാണ്. സ്ക്രിപ്റ്റിലുള്ളതല്ല. സ്ക്രിപ്റ്റിലൊന്നുമില്ല. ഞാനിവിടെ എയർപോർട്ടിൽ തമിഴ് പടം കഴിഞ്ഞിട്ട് ചാലക്കുടിയിൽ നിന്ന് എയർപോർട്ടിൽ നിൽക്കായിരുന്നു. ഫോൺ അടിച്ചപ്പോൾ പുള്ളി ഫോണിൽ പറഞ്ഞു. ഞാൻ പറഞ്ഞു എന്താ ദിലീപെട്ടാന്ന് വെച്ച്. എവിടെയാണെന്ന് വെച്ച്. ചെന്നൈയിലാണോ? ചെന്നൈയില്ല, ഞാൻ കൊച്ചി എയർപോർട്ടിലുണ്ടാ. എവിടെ പോകണം? തിരിച്ച് മടങ്ങി പോകണമെന്ന് പറഞ്ഞു. പോലെ തിരിച്ചു വന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു വണ്ടിയൊക്കെ പോയി തിരിച്ചു പോയി, ഞാൻ ഫ്ലൈറ്റ് കയറാമെന്ന് പറഞ്ഞു. ഞാൻ ഇല്ല വണ്ടി ഇവിടെ തിരിച്ചു വന്ന് പറയാം, എന്താണ് ഒരു കാര്യമുണ്ട് ഞാൻ പറയാമെന്ന് പറഞ്ഞു. അങ്ങനെ തിരിച്ച് ഞാൻ ഇവിടെ ഹോളിഡേയിൽ വന്നപ്പോൾ വൈകുന്നേരമായി. ഹോളിഡേയിൽ വന്നപ്പോൾ ദിലീപ് ഈ ചെയ്യാൻ പോണ കാര്യം പറഞ്ഞ് ഇത് ദിലീപാണ് ഫിക്സ് ചെയ്തിരിക്കുന്നത്. അവർക്ക് ആർക്കും ഇത് വേണ്ട. അത് റിയാസ് ചെയ്ത് ശരിയാവില്ല. റിയാസ് ആക്ഷൻ ചെയ്യുന്ന ആളല്ലേ. റിയാസിൻ്റെ ഇതെന്താണെന്ന് വെച്ചാൽ, ദിലീപ് ഞാൻ ഇങ്ങനെ ഒറ്റയ്ക്കിരിക്കുമ്പോൾ അല്ലെങ്കിൽ ആരെങ്കിലും ഇരിക്കുമ്പോൾ ഞാൻ ഇങ്ങനത്തെ കോപ്രത്തരം കാണിക്കും. ഓക്കെ, അപ്പോൾ ദിലീപിനറിയാം റിയാസ് ഇത് ചെയ്യും. ഹി നോസ് ദാറ്റ് ഐ വിൽ ഡു ഇറ്റ്. ഓക്കെ, ഈ ഫെമിനിറ്റി ഉള്ള സാധനം റിയാസ് ചെയ്യുമെന്ന് അറിയാം. ഓക്കെ, ഞങ്ങൾ കുറേ ഡയലോഗ് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞിരിക്കും, അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ കുറേ കാര്യങ്ങൾ പറയും. അപ്പോൾ പുള്ളിക്കറിയാം. ഞാൻ സെറ്റ് വന്നപ്പോഴും വലിയൊരു ഒരു ഹാപ്പി മൂഡല്ലായിരുന്നു. അപ്പോൾ എന്താ വെച്ചാൽ റിയാസ് ചെയ്യട്ടെ, പിന്നെ റിയാസിനെ വിളിച്ച് വരുത്തിയിട്ട് പിന്നെ വേണ്ടെന്ന് പറയണം അങ്ങനെയാണ്. അപ്പോൾ അത് ശരിയാവില്ല. എന്തായാലും പുള്ളി വന്നു കഴിഞ്ഞില്ല, ഇനി എന്ത് അല്ല കുഴപ്പമില്ല. അതിന് പുള്ളി ഞാൻ സംസാരിച്ചില്ല റിയാസിനോട്. ഗസ്റ്റ് അപ്പിയറൻസ് എന്ന് പറഞ്ഞു, ഗസ്റ്റിനോട് വരാമെന്ന് പറഞ്ഞു. റിയാസ് ഞാൻ പറഞ്ഞു ഓക്കെ പറഞ്ഞു. അതിന് കുഴപ്പമില്ല, അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ റിയാസ് അത് ഇഷ്യൂ ആക്കണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ വന്ന് ചെയ്തപ്പോൾ പിന്നെ ചിരിയായി എല്ലാവരും.